നമസ്കാരം. നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കെല്ലാവരിലുള്ള അവകാശമുണ്ടല്ലോ. കാരണം ഇവിടെ എല്ലാവരും മൊത്തത്തിലൊരു തരംഗമാണ്. ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളമൊക്കെ, കാരണം ഇവിടെ ഒരുപാട് ദേശത്തിനെതിരായി ചിന്തിക്കുന്നവർ ഒരുപാടുമുണ്ട്. തെറ്റ് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ചർച്ച എന്നോണം അതിനെ ഒന്ന് ഡിസ്കഷൻ ചെയ്യണമല്ലോ. കോക്രോച്ച് ജനതാ പാർട്ടി ആണ് ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. അതിൻ്റെ ഹെഡ് അഭിജിത്ത് ദീപ്കയാണ്. അഭിജിത്ത് ദീപ്ക ആരാണ്? അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയിലെ സ്റ്റാർട്ടിങ്ങിൽ ആരംഭഘട്ടത്തിൽ സൈഫർ സെല്ലിനെ, സോഷ്യൽ മീഡിയയെ നിയന്ത്രിച്ച് ഒരുപാട് സഹായിച്ചവനാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ദേശവിരോധ ശക്തികൾ പ്രവർത്തിച്ചപ്പോൾ ഉമർ ഖാലിദിനും അഫ്സൽ ഗുരുമനെ പോലെയുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്തവനാണ്. ഉമർ ഖാലിദ് ഇന്ത്യ തുക്കട ആകും വരെ, ഇന്ത്യ എരിഞ്ഞ് നാമാവിശേഷമാകും വരെ ഞങ്ങൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞ ഉമർ ഖാലിദിനൊക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അഭിജിത്ത് ദീപ്കെ. 2019 കാശ്മീരിൽ വിഘടനവാദികൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അവിടെ നിന്നും ടാർഗറ്റായി. പൈസയുള്ള ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള ആളാണ്. അമേരിക്കയിൽ പോയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൽ ബിരുദം നേടി. നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. അവിടെ ഇരുന്നു കൊണ്ടും ദേശത്തിനെതിരായി, ഭരണകൂടത്തിനെതിരായി പല സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്നു, ഡയറക്റ്റായും ഇൻഡയറക്റ്റായും. അപ്പോഴാണ് ഈയിടെക്കാലത്ത് ഈ 2 മാസം മുമ്പ് സുപ്രീം കോടതി ജഡ്ജി ലായും ഡിഗ്രിയും ഒക്കെ പഠിച്ചിട്ട് അതിൽ യഥാർത്ഥ കഴിവില്ലാതെ പേപ്പറും കൊണ്ട് നടക്കുന്ന തൊഴിലില്ലാത്തവരെല്ലാം കോക്രോച്ചുകളെ പോലെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. കാരണം യഥാർത്ഥമായി മെറിറ്റ് ലെവലില്ലാതെ, യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ പേരെന്നോണം ഒരു പേപ്പറും വച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രൊപ്പഗണ്ട ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ വെറും പാറ്റകളാണെന്നാണ് പറഞ്ഞത്. തെറ്റാണ്, എന്നാൽ പോലും അതിൽ കുറച്ചൊക്കെ ശരിയുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ യഥാർത്ഥ യോഗ്യമുണ്ടെങ്കിൽ തൊഴിലുണ്ട്. പിന്നെ വിദേശങ്ങളിൽ കിട്ടുന്ന പോലെ സാലറി കിട്ടുന്നില്ല. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 70 വർഷം ആരാണ് ഭരിച്ചത്? 75 വർഷം ആരാണ് ഭരിച്ചത്? അവരുടെ വീഴ്ചകളല്ലേ. അതുപോട്ടെ. അത് ഉടനെ അതിനെ എതിർത്ത് ഒരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്. അവിടെ നിന്നും സമരം തുടങ്ങി. അതിപ്പോൾ ഈ ഘട്ടത്തിലെത്തി. ആ സമയത്താണ് നിറ്റിൻ്റെ പേപ്പർ ലീക്കായത്, നെറ്റ് വീണ്ടും ടെസ്റ്റ് നടന്നതോ, അങ്ങനെ പല ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിൽ മീൻ കിടക്കുകയാണെങ്കിൽ മീൻ വെള്ളം കുടിക്കും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കള്ളന്മാരുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ തെറ്റതിലുണ്ട്. എങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എന്തുമാത്രമാണ്? എന്നാലും അതിനെ ന്യായീകരിക്കണ്ടേ? അതിനെതിരെ പൊരുതേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയാണ്, വിദ്യാർത്ഥികളല്ല. ഓപ്പോസിഷൻ പാർട്ടി എവിടെ? പ്രസൻറ്റ് ഗവൺമെൻറ്റിനെ എതിർത്ത് ഒരു ഒറ്റക്കെട്ടായി നിന്ന്, ഒരു തൻ്റെ ഇടത്തോടി നിന്ന് പൊരുതാൻ, ആശയങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ ഒരു നേതാവുണ്ടോ? അവരിൽ ഒരു ഒറ്റുമയുണ്ടോ? അതല്ലേ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരു വിഘടനവാദികളെ പ്രതിനിധീകരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ അവനെവിടുന്ന് ഫണ്ട് വരുന്നു? പറയാം. ജോർജ് ജെറോസ് അമേരിക്കയിലിരുന്ന് ഡീപ്പ് ഹൗസിൻ്റെ ഹെഡാണ്. ലോകരാഷ്ട്രങ്ങളെ മൊത്തം വേൾഡിൻ്റെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുമെന്ന് പറയുന്നു. എവിടുന്ന് ഫണ്ട് വരുന്നു? അവരുടെയൊക്കെ അനുസരണമാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് സംശയമുണ്ട്. അങ്ങനെ ഈ സമരം ഓർക്കുന്ന സമയത്ത് സോനം വാങ്ചുക്കാരാണ് 370 ആർട്ടിക്കിൾ 370 എടുത്ത് കാശ്മീരിനെ ഇന്ത്യയോട് ചോദിച്ച സമയത്ത് ലേ ലഡാക്കിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ടായി. പ്രകൃതി സംരക്ഷകൻ അല്ലെങ്കിൽ എൻവയറമെൻ്റൽ പ്രൊട്ടക്ടർ എന്ന ഒരു NGOയെ പ്രതിനിധാനം ചെയ്യുന്ന ആളായിരുന്നു സോനം വാങ്ചുക്. അദ്ദേഹം നമ്മുടെ പ്രസൻറ്റ് ഗവൺമെൻറ്റുമായി എതിർത്തു. അയാൾ ചൈനയ്ക്ക് സപ്പോർട്ടായിട്ടും ദേശദ്രോഹപരമായിട്ടും ചില കാര്യങ്ങൾ ചെയ്തതിനാൽ ഗവൺമെൻറ്റിന് അയാളിൽ സംശയം തോന്നിയതിനാൽ അയാളുടെ ഗവൺമെൻറ് ആ ബാങ്ക് NGO അക്കൗണ്ടിനെ
സീസ് ചെയ്തു. അത് അദ്ദേഹത്തിനെ എക്കണോമിക്കായി ബാധിച്ചു. അദ്ദേഹത്തിന് ഗവൺമെൻറ്റിനോട് പ്രസിഡൻ്റ് ഭരണകൂടത്തോട് വൈരാഗ്യം വന്നു. അന്ന് തൊട്ടേ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിഞ്ഞു. ഈ വിദ്യാർത്ഥി സമരത്തിന് മെയിൻ ഈ അഭിജിത്ത് ദീപ്കയും സോനം വാങ്ചുക്കുമാണ്. ഈ രണ്ടുപേരുടെയും ഇന്നർ ഫീലിംഗ്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഇന്നർ ഫീലിംഗ് ശരിയല്ല. മനസ്സിലാക്കിയിടത്തോളം ഇതിന് എതിരഭിപ്രായമുള്ളവരും കാണും. ഇതിൽ വിദ്യാർത്ഥികൾ വന്നു. ഒരുപാട് ഈ കൂട്ടം കൂടിയതിൽ പലരും ഇവിടെ വെറും ഒരു ആശയവിനിമയം, ഒരു കാറ്റിൽ വന്നതുപോലെ വന്ന ഫോളോവേഴ്സാണ്. പഠിച്ചു തോറ്റവർ, 12 തോറ്റവർ, ഡിഗ്രി തോറ്റവർ, ഒന്നിനും യോഗ്യതയില്ലാത്തവർ ഒരുപാട് പേർ ഈ സമരത്തിൽ പങ്കെടുത്തു. ഇതിൽ കുറച്ച് തീർച്ചയായിട്ടും ഈ നെറ്റ് പേപ്പറിൽ നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റിൽ നടന്ന പ്രശ്നത്തിൽ ഒരുപാട് കുട്ടികൾ ബാധിച്ചു. അതിലില്ലയെന്ന് പറയുന്നില്ല. പക്ഷേ രക്ഷകർത്താക്കൾ ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിൽ അവരവർ വിചാരിക്കുന്ന ടാർഗറ്റ് എത്താൻ അല്പ കഷ്ടമാണ്. പേരൻസ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു നെറ്റ് പോയാലും അടുത്തതിൽ വരാം, ഒരു സബ്ജക്റ്റ് തോറ്റാലും അടുത്ത് വീണ്ടും വരാം. ജീവിതമാണ് ഏറ്റവും മെയിൻ. 2-3 വർഷം മുമ്പേ, 5 വർഷം മുമ്പ് തമിഴ്നാട്ടിൽ മാർക്ക് സിസ്റ്റമായിരുന്ന സമയത്ത് 1175 മാർക്ക് വാങ്ങിയ കൊച്ച് മാർക്ക് ബേസിൽ MBBS കോട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. 900 മാർക്ക് വാങ്ങിയ കൊച്ച് ഫ്യൂച്ചറിൽ IAS ആയി. അപ്പോൾ ഇതൊക്കെ പേരൻസിൻ്റെ കുറ്റമാണ്. മനുഷ്യൻ സെൽഫിഷ് ആകരുത്. വിദ്യാർത്ഥികളെ ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രോത്സാഹനം മാതാപിതാക്കൾ കൊടുക്കണം. നമുക്ക് നമ്മുടെ ജീവിതമാണ്. കടലോളം ആഗ്രഹിച്ചാലേ കടുവോളം കിട്ടുകയുള്ളൂ. അത് അച്ഛനമ്മമാർ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. സ്വപ്നം കാണണം. സ്വപ്നം കാണാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കണം. അഥവാ അത് നടന്നില്ലെങ്കിലും അതിനെയും സഹിക്കാനുള്ള ഒരു കഴിവ് വിദ്യാർത്ഥികൾ കൊടുക്കണം. ഭരണകൂടവും അതാണ് ചെയ്യേണ്ടത്. ധർമ്മേന്ദ്ര പ്രധാൻജി റിസൈൻ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ചെയ്തില്ല? വിദ്യാഭ്യാസ മന്ത്രിയായി വന്നതിന് ശേഷം ഔറംഗസീബിനെയും ബാബറിനെയൊക്കെ ഒരുപാട് പൊക്കി എഴുതിയ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ചില സിലബസിനെയൊക്കെ അങ്ങനെ എടുത്തു കളഞ്ഞു. അത് കാരണം അദ്ദേഹത്തോട് ഒരുപാട് വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റും പെട്ടെന്ന് അങ്ങനെ താഴ്ന്നു കൊടുക്കില്ല. ഒരു ടോവിനോ തോമസോ ഒരു പാർവതിയോ ഒരു പ്രകാശ് രാജോ ഒക്കെ പലരും പോയെന്ന് പറഞ്ഞ് വലുതായിട്ടൊന്നും ബാധിക്കില്ല. ഇവിടെ ദേശസ്നേഹികൾ ഒരുപാടുണ്ട്. നമുക്കറിയാം ഒരുപാട് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും 2014 മുമ്പുള്ള ഇന്ത്യയുടെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും വെച്ച് നോക്കിയാൽ എല്ലാ തരത്തിലും ഡെവലപ്മെൻറ്റിലായാലും ശരി, എഡ്യൂക്കേഷനിലായാലും ശരി, പൊളിറ്റിക്സിലായാലും ശരി ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് ഒരു 5-10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന സബ്ജക്റ്റില്ല, മണിക്കൂറുകൾ വേണം. മനസ്സിലായില്ലേ? അതിനാൽ നമ്മുടെ രാജ്യത്ത് രാജ്യസുരക്ഷ നമുക്ക് യഥാർത്ഥമാണ്. ഈ സമരത്തെ പ്രതിനിധീകരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ഈ 2014 ശേഷം ഈ 10 വർഷത്തിനകത്ത് 2-3 പേപ്പർ ലീക്കേജ് ഉണ്ടെങ്കിൽ 2004 തൊട്ട് 2014 വരെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ വീഴ്ചകൾ സംബന്ധിച്ചു? 2004 CBSE ആൾ ഇന്ത്യ പ്രീ മെഡിക്കൽ പേപ്പർ ലീക്കേജായി. 2006 ക്ലാസ് 12 അക്കൗണ്ടൻസി പേപ്പർ ലീക്കേജായി. 2007-2011 എൻജിനീയറിംഗ് എക്സാം പേപ്പർ ലീക്കായി. 2008 പ്രീ മെഡിക്കൽ ടെസ്റ്റ് പാരാമെഡിക്കൽ ടെസ്റ്റ് പേപ്പർ ലീക്കായി. 2012 എയിംസ് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലുള്ള എൻട്രൻസ് പേപ്പർ ലീക്കായി. 2013 മഹാരാഷ്ട്ര ഹയർ സെക്കൻഡറി കോഴ്സ് പേപ്പർ ലീക്കായി. 2013 രാജസ്ഥാൻ എൻജിനീയറിംഗ് പേപ്പർ ലീക്കായി. 2014 PSC പബ്ലിക് സർവീസ് കമ്മീഷൻ ലീക്കേജായി. 2014 CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് പേപ്പർ ലീക്കേജായി. 2014 CBSE ക്ലാസ് 12 എക്കണോമിക് പേപ്പർ ലീക്കേജായി. 2014 മുമ്പ് വരെ 37% ആയിരുന്ന സൂയിസൈഡ് ആത്മഹത്യ, വിദ്യാർത്ഥിയുടെ ആത്മഹത്യ 2004 മുമ്പ് വരെ 37% ആയിരുന്ന വിദ്യാർത്ഥികളുടെ ആത്മഹത്യ 2014 ആയപ്പോൾ 50%. അതൊക്കെ കാര്യം ആ സമയത്തൊന്നും ആരും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും റിസൈൻ ചെയ്തില്ല, പ്രധാനമന്ത്രിയും റിസൈൻ ചെയ്തില്ല, ഒരു കോക്രോച്ചുകളും വന്നുമില്ല.
ഇത് രാജ്യത്തിൻ്റെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഇതാ ചെയ്യുന്നത് ന്യായീകരിക്കില്ല. പക്ഷേ ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഇത് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പേപ്പറിനെ ഇന്ത്യയെ നേപ്പാളാക്കും, ശ്രീലങ്കയാക്കും, ബംഗ്ലാദേശാക്കും ചുട്ടരിച്ച് അങ്ങനെ ആയാൽ പിന്നെ നിങ്ങളങ്ങനെ നാമാവിഷയാക്കി ഇവിടെ ഈ ഗവൺമെൻറ് പ്രോപ്പർട്ടി ഇല്ലാതാക്കി, ഇവിടെ ലോ ആൻഡ് ഓർഡർ ഇല്ലാതാക്കിയാൽ നിങ്ങളുടെ വരുംകാല ജീവിതം കുറച്ചുകൂടി മോശമാകും. മോഡിക്കോ ധർമ്മേന്ദ്ര പ്രധാനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ദോഷം. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ എൻ്റേതായ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. നമസ്കാരം.